ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്ന കാര്യം, ഇപ്പം നമ്മളെ കുട്ടികളൊക്കെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഇപ്പം വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പം മാതാപിതാക്കളും ആലോചിച്ചിരിക്കുകയായിരിക്കും, ഇപ്പം ചിലപ്പം 2-3 പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം കിടന്നങ്ങോട്ടോട്ടം ഇങ്ങോട്ടോട്ടം മൊബൈലിന് വേണ്ടി അടിപിടി അല്ലേ, അതൊക്കെ ആയിരിക്കും ഇനി നടക്കാൻ പോകുന്നതെന്നുള്ളത് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. ഇപ്പോഴേ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, ഇനി എന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. അപ്പം അങ്ങനെയുള്ള ടൈമിൽ, വെക്കേഷൻ ടൈമിലൊക്കെ നമുക്ക് കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കൂട്ടായിട്ട് നിങ്ങൾ കൂടി അവധി ദിവസങ്ങളിൽ കൂടെ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുക. പിന്നെ നമ്മൾ പണ്ടൊക്കെ മുതിർന്ന ആൾക്കാർ നമ്മൾ പല അന്താക്ഷരി, പിന്നെ എന്താണ് ചെസ് കളിക്കാറുണ്ട് കൂടിയിരുന്നിട്ട്. പിന്നെ സിനിമ ഇപ്പോൾ പേരുകൾ പറഞ്ഞ് കളിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ അതുപോലെയൊക്കെ അവരെയും കൂടെ ഇരുത്തുക. പിന്നെ ഈ പല കുട്ടികളും, ചില മാതാപിതാക്കൾ ഓൾറെഡി ചെയ്യുന്നുണ്ട്, പടം വരയ്ക്കാൻ താല്പര്യമുള്ളവർ. പിന്നെ 9ാം ക്ലാസ്സൊക്കെ ആണെങ്കിൽ ട്യൂഷനൊക്കെ വിടുന്നുണ്ട്. കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് ചെറിയ പടം വരയ്ക്കേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുക. അധികം പൈസ ഒന്നും ആവത്തില്ല. അപ്പോൾ അവർക്ക് താല്പര്യമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഡാൻസ് ആണെങ്കിൽ അതിനാക്കുക. പിന്നെ വീട്ടിലാണെങ്കിൽ നിങ്ങളും കൂടെയൊക്കെ ഇരുന്നിട്ടൊന്ന് എന്തെങ്കിലുമൊക്കെ. പിന്നെ ഈ ഇത്തിരി മുതിർന്ന +2 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പേര് ഇപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കും, പറ്റുമെന്നുള്ളവരെടുക്കുക. ഈ ആട് വളർത്തൽ, കോഴികളുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങിയിട്ട് കഴിഞ്ഞാൽ അവർക്കതൊരു ഇതായിരിക്കും. ഇപ്പോൾ ആട് വളർത്തലാണെങ്കിൽ ചെറിയ നാട്ടിൻപുറത്തുള്ളവരാണ് കേട്ടോ. അപ്പം സിറ്റിയിലൊക്കെ ആണെങ്കിൽ അതൊന്നും പറ്റത്തില്ല. അപ്പോൾ അവർക്കൊരു രസമായിരിക്കും അതിനെക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികളൊക്കെ ആണെങ്കിൽ. അപ്പോൾ അതുപോലെ തന്നെ കൃഷി, ചെറിയ കൃഷി അപ്പോൾ അച്ഛനൊക്കെ ചെയ്യുന്ന അവരെ കൂടെ കൊണ്ടുപോവുക, ചെറിയ ചെറിയ കാര്യങ്ങൾ. അപ്പോൾ അവരിലോട്ട് ഈ ഇപ്പോൾ റീൽസും കാര്യങ്ങളും ഇപ്പം മൊബൈലൊക്കെ കാണുമ്പോഴല്ലേ അവരുടെ മനസ്സിൽ ഓരോരോ ചിന്താഗതികൾ വരുന്നത്. ഇപ്പം എല്ലാവർക്കും സ്വപ്നമാണ് കാണുന്നത്, റീൽസ് എല്ലാം കാണുമ്പോഴത്തേക്ക്. ഇത് ഇപ്പോൾ നമ്മളായാലും ഇപ്പോൾ ഒരു പിക്ചർ കാണുമ്പോൾ ഇപ്പോൾ എല്ലാം അനിമേഷൻ പോലെയുള്ളതല്ലേ, AI വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ സ്വപ്നത്തിലോട്ട് പോകും, ഇത് പെട്ടെന്ന് കിട്ടുമെന്നുള്ള ഇതിൽ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്ക്, അച്ഛനും അമ്മമാരും എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടായിരിക്കും രാവിലെ ഓടി ഇവരെ കാര്യം നോക്കിയിട്ട് ജോലിക്ക് പോകുന്നത്. ഇവരൊക്കെ എല്ലാ സ്വപ്നം കാണും, പൈസ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാം, ജോലിക്ക് പോയാൽ കൊള്ളാം. അപ്പോൾ ഈ പഠിക്കുന്ന ടൈമിൽ അവർക്കത് കോൺസെൻട്രേറ്റ് ചെയ്യാതെ അവർ വേറെ ഉഴപ്പി ഇങ്ങനെ നടക്കും. നമുക്ക് എന്തായാലും ജോലി ചെയ്യാമെന്നൊക്കെ അവർക്കറിയില്ല ഏതാ സ്ഥിതിയത്തെ എന്താണെന്നുള്ളത് അല്ലേ, ഇറങ്ങുമ്പോൾ മാത്രമേ അറിയില്ല. അപ്പം നിങ്ങളും രക്ഷകർത്താക്കളും കൂടെ അതിനുള്ള വഴി, അവർക്ക് ടൈം പോകാൻ വേണ്ടി കളിക്കാനുള്ള ഇതുപോലെയുള്ള ചെസ്സ്, ക്യാരം ബോർഡ് അങ്ങനെയുള്ളതൊക്കെ ചെറിയ പൈസ ആകത്തുള്ളതൊക്കെ വാങ്ങിക്കൊടുക്കുക. പിന്നെ കൃഷിക്ക് താല്പര്യമുള്ളവർക്ക് ചെറിയ ചെടികളൊക്കെ വയ്ക്കുക വീട്ടിൻ്റെ സൈഡിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻഗേജ് ചെയ്ത് വിടുക. പിന്നെ പഠിക്കേണ്ട ടൈമിൽ പഠിക്കാൻ വേണ്ടി പറയുക കേട്ടോ. മൊബൈലൊന്നും അധികം